നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായിൽ തന്നെ മത്സരിക്കാൻ UDF നേതൃത്വം നിർദ്ദേശിച്ചുവെന്ന് മാണി സി കാപ്പൻ 24 പറഞ്ഞു. കാപ്പൻ ചേട്ടന് പാലാ വിട്ടൊരു കളിയേയില്ല. അതിന്റെ ഭാഗമായി ചുവരെഴുത്തുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തവണ 100% വിജയം പാലായിൽ ഉണ്ടാകുമെന്ന് മാണി സി കാപ്പൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. ഇവിടെ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ ഏറെ ഭൂരിപക്ഷത്തിന് ജയിക്കും. ഭിത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഭിത്തി എഴുതി നമ്മളിപ്പം ഭിത്തി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. നിയോജകമണ്ഡലത്തിലാകെ ജോസ് ഒന്നും എടുക്കത്തുമില്ല. വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാതിരുന്നത് പ്രതിപക്ഷത്തുണ്ടായിരുന്നതാണെന്നറിയാം. ഭരണപക്ഷത്ത് ഞാൻ ഇരുന്നപ്പോൾ 80 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ 1.5 വർഷം കൊണ്ട് കൊണ്ടുവന്നതാണ്. ഇനിയും ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ പാലായുടെ വികസന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും. ഇവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കൊണ്ടുവരാൻ കഴിയും. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്തു. ടോബി, ഗുഡ് മോർണിംഗ്. നമ്മൾ നേരത്തെ മാണി സി കാപ്പൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് അന്ന് ആ ജോസ് കെ മാണി ഇങ്ങോട്ട് വരുമോ എന്നുള്ള ചർച്ച, അങ്ങോട്ട് പോകുമോ എന്നൊക്കെ, ഇങ്ങോട്ട് വരുമോ ചർച്ചയൊക്കെ നടന്ന സമയത്തൊക്കെ മാണി സി കാപ്പൻ്റെ നിലപാട് ജോസ് കെ മാണി വരുമോ പോവോ എന്തുവാണ് ചേട്ടാ, പക്ഷെ പാലാ വിട്ടൊരു തൊട്ട് കളി അത് അനുവദിക്കില്ല എന്ന് കട്ടായം ആദ്യം തന്നെ പറഞ്ഞാണ് ടോബി മാണി സി കാപ്പൻ. കാപ്പന് പാലാ ചങ്കിലെ കൃഷ്ണമണിയാണ്. അങ്ങനെ പറയൂ, ചങ്കിലെ കൃഷ്ണമണി എന്തോ ടോബി എന്തായാലും പറ. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ആഷ്മി. എന്തായാലും പാലാ വിട്ടൊരു കളിയില്ലെന്ന് നേരത്തെ തന്നെ മാണി സി കാപ്പൻ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ UDF നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഉറപ്പ് കൂടി കിട്ടിയിരിക്കുന്നു. ജോസ് കെ മാണി വരികയാണെങ്കിൽ ഈ സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ജോസ് കെ മാണി ഇങ്ങോട്ട് വരില്ല എന്ന് കൂടി കാപ്പൻ അവസാനം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ട എല്ലാ നടപടിക്രമങ്ങളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആദ്യ ഘട്ടമെന്ന നിലയിലാണ് ഈ ചുവരുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കാപ്പന് വേണ്ടി ചുവരെടുത്ത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. UDF നേതൃത്വമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത് ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്നാൽ അൺഒഫീഷ്യലായിട്ട് UDF നേതൃത്വം കാപ്പനോട് പാലായിൽ മത്സരിക്കാനുള്ള അനുമതി നൽകി എന്നുള്ള വിവരമാണ് അദ്ദേഹം നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും UDF സ്ഥാനാർത്ഥിയായിട്ട് കാപ്പൻ തന്നെ ഇത്തവണ ഉണ്ടാകും പാലായിൽ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജോസ് കെ മാണി തന്നെയാകും LDFന് വേണ്ടി വരിക. ഒപ്പം തന്നെ BJPക്ക് വേണ്ടി ഷോൺ ജോർജും ഇറങ്ങുമെന്നാണ് സംസാരം. എന്തായാലും ഈ 3 പേരും വന്നു കഴിയുമ്പോൾ ഒരു വലിയ മത്സരമായി തന്നെ, ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്ക് തന്നെ പാലാ പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വികസനം തന്നെയാണ് പാലായിലെ പ്രധാന പ്രശ്നമായിട്ട് ഇത്തവണയും ചർച്ച ചെയ്തു. നമ്മൾ എല്ലാ കൊല്ലവും അത് കേട്ടിട്ടുണ്ട്. മാണിസാർ ഉണ്ടായിരുന്ന സമയത്ത് വികസനം ഉയർത്തിക്കാട്ടിയായിരുന്നു മാണിസാർ വോട്ട് ചോദിക്കാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കാപ്പൻ പറയുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പ്രതിപക്ഷത്തായതുകൊണ്ടാണ് പല കാര്യങ്ങളും വികസനം കൊണ്ടുവരാൻ സാധിക്കാതിരുന്നത്. എന്നാൽ ഭരണം അടുത്ത തവണ ലഭിക്കുമ്പോൾ സ്വാഭാവികമായും MLA എന്ന നിലയ്ക്ക് തനിക്ക് കൂടുതൽ കാര്യങ്ങൾ പാലായ്ക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കുമെന്ന് ഒരു പ്രതീക്ഷ കൂടി കാപ്പൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആര് എതിരാളികളായിട്ട് വന്നാലും ഒരു പ്രശ്നവുമില്ല, 100% വിജയമാണെന്നാണ് മാണി സി കാപ്പൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആഷ്മി ക്രിസ്റ്റീന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.